പ്രശാന്തേട്ടാ, വിശ്വ ഹിന്ദു പരിഷത്ത് ദീർഘകാലമായി കുറച്ച് മാസങ്ങളായി ഒരു നിയമ പോരാട്ടം അവർ നടത്തുകയാണ്. അതായത് ശബരിമലയിൽ നിലയ്ക്കൽ മുതൽ പമ്പ വരെ അവർ സൗജന്യ യാത്ര അയ്യപ്പ ഭക്തർക്ക് അനുവദിക്കാം എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടവർ ആദ്യം ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി ഇത് പെർമിറ്റുകളുടെ ലംഘനമാണെന്നും ദേവസ്വത്തിനും സർക്കാരിനുമാണ് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഹർജി തള്ളി. അതിനുശേഷം അവർ സുപ്രീം കോടതിയിലേക്ക് കഴിഞ്ഞ ജനുവരി മാസത്തിൽ സുപ്രീം കോടതിയിലെത്തി. അവർക്ക് വേണ്ടി ഹാജരായത് സീനിയർ അഭിഭാഷകനും റിട്ടയേർഡ് ജഡ്ജിയുമായുള്ള വി ചിദംബരേഷാണ്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദേവസ്വം ബോർഡ് തന്നെ നേരത്തെ ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് സമാന്തര സർവീസ് ശബരിമലയിൽ നടത്തിയിരുന്നു, പമ്പ വരെ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പമ്പ വരെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്നും അവർ ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് സമാന്തര സർവീസ് നടത്തിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ നടത്തുന്നത് സമാന്തര സർവീസ് അല്ല, അതുപോലെ തന്നെ ഞങ്ങൾ പണം ഈടാക്കുന്നതുമില്ല. ഇതൊരു സേവനമാണ്. അയ്യപ്പ ഭക്തർ അവിടെ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ പോയത്. അവിടെ പോയി കേരള സർക്കാർ അതിൽ ഇടങ്കോലിട്ടു. ഇത് പറ്റില്ല, ഇത് പെർമിറ്റുകളുടെ ലംഘനമാണ്, പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണ്. മാത്രമല്ല ഞങ്ങൾ നല്ല സർവീസ് അവിടെ അനുവദിച്ചു കൊടുക്കുന്നു. 97 ഡിപ്പോകളിൽ നിന്നാണ് പ്രത്യേക സർവീസ് ശബരിമലയിൽ പമ്പയിലേക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു. മാത്രമല്ല നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് സർക്കാരാണ്, ഞങ്ങളല്ല, KSRTC അല്ല, സർക്കാർ തന്നെ തീരുമാനിച്ചതാണ്, അത് നയപരമായിട്ടുള്ള തീരുമാനമാണ്. ഇത്തരം കാര്യങ്ങളാണ് അവർ അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ട സുപ്രീം കോടതി ജസ്റ്റിസ് കെ വി വിശ്വനാഥിന്റെയും ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ബെഞ്ചിലാണ് ഈ കേസ് എത്തിയിരിക്കുന്നത്. അവരിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഭക്തരെ കന്നുകാലികളെ പോലെ നിരക്കിൽ നിന്നും പമ്പ വരെ കൊണ്ടുപോകുന്നത്. ഇക്കാര്യത്തിൽ VHPയുടെ ഈ ഒരു ആവശ്യം അത് ന്യായമല്ലേ? VHPയുടെ ആവശ്യം ന്യായം തന്നെയാണ്. പിന്നെ ശ്യാം ചോദിച്ചതുപോലെ എന്താണിത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ചോദ്യം ഏതൊരു മനുഷ്യനോട്, എത്ര അറിവില്ലാത്ത ഒരാളോട് ചോദിച്ചാലും, നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു സേവനം ഏതെങ്കിലും ഒരു സംഘടന കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിനകത്തൊരു നിയമപ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പം ശ്യാം ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തു, ആ വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടാൻ പറ്റുന്ന വണ്ടി എന്നുള്ള പെർമിറ്റ് അതിനുണ്ടല്ലോ. അതനുസരിച്ച് ആളിനെ കൊണ്ടുപോയി അവിടെ ഇറക്കുന്നതിന് ഏത് നിയമപ്രശ്നമാണ്, ഏത് പെർമിറ്റ് ലംഘനമാണ്? കോൺട്രാക്ട് കാരിയറാണ്. കോൺട്രാക്ട് കാരിയറാണ് അവരെടുക്കുന്നത്. കോൺട്രാക്ട് കാരിയർ എന്ന് പറഞ്ഞാൽ ആ എടുക്കുന്ന ആൾ പറയുന്നത് പോലെ ആളുകളെ ഇന്നടത്ത് എത്തിക്കാൻ, പിന്നെ ആളുകളെ ഇന്നടത്ത് എത്തിക്കുന്നതിന് അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം. സീറ്റിനകത്ത് ഇരിക്കേണ്ടവരെ പറ്റുമെങ്കിൽ അത്, നിർത്തിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അത്, അല്ലാതെ വേറെ ഏത് നിയമലംഘനമാണ് അവിടെ ഉണ്ടാകുന്നത്? അവിടെ ഒരു നിയമലംഘനവും ഉണ്ടാവുന്നില്ല. ശബരിമല ക്ഷേത്രം ഹിന്ദുക്കളുടെ ആയതുകൊണ്ട് അതിനെ ഒരു കറവ പശുവായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാവുന്നു. അതിനുശേഷം കറന്നതിന് ശേഷം അറവുമാടുകളെ വിൽക്കുന്നത് പോലെ ഇറച്ചിക്ക് തൂക്കി വിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ശബരിമലയുടെ ഒരു പോക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശബരിമലയിൽ ഈ പറഞ്ഞ സൗജന്യങ്ങളെല്ലാം ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ സൗജന്യ സേവനമായിരുന്നു അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സേവനം. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമൂഹ്യ സേവനം, ആതുര സേവനം എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു വളരെ പഴക്കമുള്ളൊരു സംഘടനയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവർ അയ്യപ്പൻ്റെ സേവകരാണ്. അവരായിട്ട് കണ്ട് അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശബരിമലയിൽ വേണ്ട എല്ലാ ജോലികളും അവർ ചെയ്യും. പിന്നെ അവർ ഫണ്ട് കളക്ട് ചെയ്ത് അവിടെ വരുന്നവർക്ക് 3 നേരവും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കും. മനസ്സിലാവുന്നില്ലേ? ഇത് ശബരിമലയിൽ വേണ്ട എന്ന് തീരുമാനിച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അല്ല ശ്യാമേ ശബരിമലയിൽ ആൾ കൂടുതൽ വന്നിട്ടുള്ളത്. ഇതിനെക്കാട്ടിൽ ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. എത്ര പേര് വന്നാലും അവരെല്ലാം ശബരിമലയിൽ കയറി തൊഴുതിട്ട് വളരെ ഭംഗിയായിട്ട് പ്രസാദവും മേടിച്ച് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ദിവസവും ശബരിമലയിൽ തിരക്കായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വണ്ടിയെ കയറാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, പ്രായമുള്ള അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, വിരിവയ്ക്കാൻ സംവിധാനമില്ലാതെ ആകുന്നു, അല്ലെങ്കിൽ കക്കൂസ് കുളിമുറി എന്ന ലഭ്യതയില്ലാതാവുന്നു. എല്ലാ രീതിയിലും ഒരു മനുഷ്യന് എന്തൊക്കെ ബുദ്ധിമുട്ട് അവിടെ ചെന്നാൽ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം വളരെ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഉണ്ടാക്കിയിട്ട് ശബരിമല പ്രശ്നത്തിലാണെന്ന് വരുത്തി തീർക്കുന്നതിന് ശ്രമം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം 80,000 പേരെ മാത്രം ശബരിമലയിൽ കടത്തി വിട്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി. ഈ തീരുമാനത്തിനൊരു കാരണം വേണമായിരുന്നല്ലോ. അത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ സീസണിൽ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്തു.
ഒരു ദിവസം 80,000 പേര് ശബരിമല പോകാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ നിന്ന് എത്ര പേര് പോകും? ശ്യാംപറ. ഞാനും പോകത്തില്ല, ശ്യാമും പോകത്തില്ല. എൻ്റെ സ്വഭാവം അനുസരിച്ച് ശബരിമല ബുക്ക് ചെയ്തല്ലോ നമ്മൾ പോകുന്നത്. സോ നമ്മൾ അടുത്തുള്ള ആൾക്കാരാണ്. നമുക്ക് ശബരിമല വ്രതം എടുത്തിട്ട് നമുക്ക് സൗകര്യപ്രദമാകുന്ന ഒരു ദിവസം വണ്ടിയെ കയറി അങ്ങോട്ട് പോകും. 100 കിലോമീറ്ററേ ഉള്ളൂ. വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എങ്ങനെ ശബരിമലയിൽ ബുക്ക് ചെയ്തിട്ട് വരും? ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം 45 പേര് ഒരു ബസ്സിലാണ് വരുന്നത്, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് അല്ല തമിഴ്നാട്ടിൽ നിന്ന്. 44 പേരാകുമ്പോൾ 80,000 പേരായി കഴിഞ്ഞാൽ 5 പേരുടെ കാര്യത്തിന് എന്തോ ചെയ്യും? ആ ദിവസം വരാൻ പറ്റുമോ? അപ്പം ഈ രീതിയിൽ ശബരിമലയിൽ വരുന്ന ആൾക്കാരെ കുറയ്ക്കുന്നതിന് വേണ്ടിയും ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രം വളരെ കൃത്യമായിട്ട് ലോക പ്രശസ്തമായിട്ടുള്ള അമ്പലം ശബരിമല. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ശബരിമലയിൽ വരുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന തീർത്ഥാടന കേന്ദ്രം വളരെ വിശേഷപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം. അവിടുത്തെ ചിട്ടവട്ടങ്ങൾ, അവിടുത്തെ ആചാര രീതികൾ, ഇതിനെല്ലാം ഒരു വിശേഷവും കൗതുകവും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വരികയും ഒരു ദിവസം ശബരിമലയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം മക്കയ്ക്കപ്പുറം 2000-ൽ കടന്ന് അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം 30 ലക്ഷം പേര് മക്കയിൽ വരുന്നുണ്ട് ഒരു ദിവസം വരുന്ന കണക്കിനപ്പോഴും ലോക റെക്കോർഡ് ശബരിമലയിൽ അതിനപ്പുറം ആളുകൾ ഒരു ദിവസം വരുന്ന കണക്ക് വന്ന് അന്ന് തൊട്ട് ശബരിമലയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഗതാഗത മന്ത്രി പറഞ്ഞെന്തോ, ഞങ്ങളുടെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ശബരിമലയിൽ തീർത്ഥാടകർ വരില്ല, ആ വണ്ടിക്ക് പെറ്റിയടിക്കും, തടഞ്ഞു നിർത്തും, ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പം ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്, അല്ല ശബരിമലയെ നന്നാക്കാൻ വേണ്ടിയില്ല. അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് അയ്യപ്പ സേവാ സംഘം. ഒരു ഉപദ്രവവും ഇല്ലാതെ പോലീസിന് കൂടെ നിന്ന് ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ട സേവനം, എല്ലാത്തരം സേവനങ്ങളും, ആശുപത്രി ഉൾപ്പെടെ സൗജന്യ സേവനങ്ങളെല്ലാം കൊടുത്ത് ശബരിമല അയ്യപ്പ സേവാ സംഘത്തെ കഴിഞ്ഞ പ്രാവശ്യം അവരെ അവിടെ ആവശ്യമില്ല, അവർ വേറെ ചില ജോലികൾക്കാണ് അവിടെ വരുന്നത്. നൂറ്റാണ്ടുകൾ കൊണ്ട് നിൽക്കുന്ന ഒരു ജോലിയുള്ളവരല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ളവർ. അവർക്ക് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ മാത്രമാണോ ഏകീകരണം ഉള്ളത്? അതിനുവേണ്ടി എന്നും ചെയ്യുന്നവരാണ്, വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്. IFS-കാർ, IPS-കാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, ഇവരുടെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പെൻഷൻ പറ്റിയും പിന്നെ ജോലി ചെയ്യുന്നവർ ഈ സമയത്ത് ഒക്കെ വരുന്നുണ്ട്. ഇതിനെ മാറ്റി ഇപ്പോൾ അതുപോലെ ഒരു ദിവസം 80,000 പേരെ പറ്റി നിജപ്പെടുത്തി. സീസൺ അല്ലാത്ത സമയത്ത് ഇനി ആൾക്കാരെ നിജപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ശബരിമല എന്ന സംവിധാനത്തിന് ആൾ വരുന്നതിനകത്ത് കുറവ് വരുത്തി, ബുദ്ധിമുട്ട് വരുത്തി, നാളെ കാലത്ത് ഈ തീർത്ഥാടന കേന്ദ്രം ആളില്ലാത്ത ഒരു കഴിഞ്ഞ തവണ 28 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വരെയാണ് കുട്ടികൾക്ക് അടക്കം അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നത്. ഇവർ അനുഭവിക്കുന്ന, അതായത് താഴെ മുതലേ ഇത് അനുഭവിക്കുകയാണ്. നിലയ്ക്കൽ മുതൽ പമ്പ വരെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്ന ഒരു 45 പേര് ഒരു ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ 45 പേർക്കും ഒരു KSRTC-യിൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് പോകാൻ പറ്റില്ല. ഇത് പല ബസ്സുകളിലായി പോകും, കൂട്ടം തെറ്റി പോകും. അപ്പോൾ പമ്പയിൽ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യേണ്ടി വരും. പമ്പയിൽ ഇവർക്ക് മണിക്കൂറുകൾ എടുക്കും. പമ്പയിൽ നിന്ന് മല ചവിട്ടി തുടങ്ങുന്നു, മരക്കൂട്ടം എത്താൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന നടപ്പന്തലെത്താൻ പിന്നെയും മണിക്കൂറുകൾ. ദർശനത്തിന് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ഇവരാദ്യം കണ്ടുപിടിക്കേണ്ടത് തിരുപ്പതിയാണ്. തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വളരെ കൃത്യമായി ഇതിനേക്കാൾ വലിയ ജനസാഗരമാണ് അവിടെ വന്ന് നിറയുന്നത്. ഈ തിരുപ്പതിയിൽ വളരെ കൃത്യമായി ഇതെല്ലാം നടക്കുന്നുണ്ട്. സൗജന്യമാണ് അവിടുത്തെ യാത്ര, സൗജന്യമായി യാത്ര നടത്തുന്നുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റൽ സൗകര്യം അടക്കം സൗജന്യമാണ് തിരുപ്പതിയിൽ. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ അവിടെ അന്നദാനം സൗജന്യമായി അവിടെ നടത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ശബരിമലയിൽ ഇരുന്ന റിപ്പോർട്ടറായിട്ട് പറയുകയാണ്, അവിടെ ഒരാൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രശ്നം, ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സന്നിധാനത്ത് ആശുപത്രിയിൽ കൃത്യമായി ചികിത്സ കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള സൗകര്യം സന്നിധാനത്ത് ആശുപത്രിയിലില്ല. പിന്നെ ചെയ്യുന്നത് ആംബുലൻസ് എന്ന് പറയുന്നത് ഗൂർഖ എന്ന് പറയുന്ന ജീപ്പ്, ഈ ജീപ്പാണ് അവിടുത്തെ ആംബുലൻസ്. ആ ജീപ്പിൽ ഏതാണ്ട് അരമണിക്കൂറോളം സമയം എടുക്കണം പമ്പ ആശുപത്രിയിൽ ഇവരെ കൊണ്ടു ചെല്ലണമെങ്കിൽ. പമ്പ ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിച്ചിട്ട് പമ്പയിൽ നിന്ന് ആശുപത്രിയിൽ നിന്നും അവിടെയും കൃത്യമായി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ എത്തുമ്പോഴത്തെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായി അയ്യപ്പ ഭക്തന്റെ കാര്യത്തിൽ. ഈ പറഞ്ഞ ശ്യാം പറയുന്ന ആ അമ്പലത്തിലും സൗജന്യങ്ങൾ കണ്ടമാനമുള്ള അമ്പലമല്ലേ? ഇഷ്ടം പോലെയുണ്ട്, കോളേജുകളുണ്ട്, കോളേജുകൾ നടത്തുന്നുണ്ട് ഇഷ്ടം പോലെ. 23,000 കുട്ടികളാണ് ഒരു വർഷം. ഇത്രയും നിങ്ങൾക്കറിയാം ശബരിമലയിലെ വരുമാനത്തെ പറ്റി നമ്മൾ കേൾക്കുന്ന വരുമാനം, അരമണയുടെ വരുമാനവും വഞ്ചിയിലിടുന്ന വരുമാനവും മറ്റു വരുമാനങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. 10,000 കോടി രൂപയ്ക്കപ്പുറം വരുമാനമുള്ള ആ സീസൺ സമയത്ത് വരുമാനമുള്ള കേരള ഗവൺമെന്റ് എന്ന് വെച്ചാൽ അവിടുത്തെ വേറെ കച്ചവടങ്ങളെ മറ്റ് എല്ലാം കൂടെ നോക്കും. 10,000 കോടി രൂപയ്ക്കപ്പുറം. പ്രാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ സുധാകരൻ എന്ന് പറഞ്ഞ മന്ത്രി വെളി പറഞ്ഞ, വേറെ ആരും ഇത് വെളി പറഞ്ഞില്ല. ഇത്രയും വരുമാനമുള്ള എക്കണോമിക്കലായിട്ട് ലാഭമുള്ള ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് സംവിധാനത്തിനകത്ത് പ്രൊമോഷനുള്ള ഒരു ക്ഷേത്രം. ഇതുകൊണ്ട് ശബരിമല മാത്രമല്ല, പന്തളത്തിന് വേണ്ടി കച്ചവടവും കാര്യങ്ങളും അവിടുത്തെ പ്രദേശത്ത് ഈ അമ്പലമാണ് വളരെ കൃത്യമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിന്റെ പുറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. നമ്മൾ ഈ പറയുന്ന നോക്കല്ല, നമുക്കിത് ആദ്യമേ മനസ്സിലാവുന്നില്ല. വളരെ കൃത്യമായ ഗൂഢാലോചനയുണ്ട് അമ്പലം തകർക്കുന്നതിന് വേണ്ടി. ഇതിനകത്തൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട്. തൃശ്ശൂർ പൂരത്തിനകത്ത് ആൾ വരത്തില്ലായിരുന്നു ശ്യാമി?
കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തൃശ്ശൂർ പൂരം മുടങ്ങിയത് നശിപ്പിച്ചു കുറേ കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിനകത്ത് ലക്ഷങ്ങൾ വരുന്നു, അവരിത് പഞ്ചവാദ്യം കേൾക്കുന്നു, ആനയെ കാണുന്നു, കുടമാറ്റം കാണുന്നു. നമുക്ക് അതിശയമായിരുന്നു, ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവരും നിന്ന് കൈയടിക്കുന്നു. ഒരാൾക്ക് ശ്വാസം വിടാൻ പറ്റാത്തോളം അടുത്താണ് ഇരിക്കുന്നത്, ഒരു പ്രശ്നമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് അവിടെ നടന്ന വിഷയം എന്തുവാണ്? ആരുണ്ടാക്കിയ വിഷയം? എങ്ങനെ ഉണ്ടാക്കിയ വിഷയം? ഒരു പോലീസുകാരൻ വിചാരിച്ച വിഷയം ഉണ്ടാവും. ആ പോലീസുകാരൻ വിചാരിച്ച് വിഷയം ഉണ്ടാക്കിയിട്ട് ആ വിഷയത്തിനനുസൃതമായിട്ട് നാളെ കാലത്ത് തൃശ്ശൂർ പൂരം നിയന്ത്രിക്കാൻ പറ്റും. തൃശ്ശൂർ പൂരം നിയന്ത്രിച്ചു തുടങ്ങി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഈ പ്രാവശ്യം തന്നെ തൃശ്ശൂർ പൂരത്തിനകത്തുനിന്ന് ആൾക്കാർ തിരിച്ചുപോയി. ഞങ്ങൾ അടുത്ത പ്രാവശ്യം തൊട്ട് പൂരം കാണാൻ വരുന്നില്ല. ഇതേ രീതിയിൽ ശബരിമലയ്ക്കകത്ത് കൃത്യമായ പ്രശ്നങ്ങളുണ്ടാകും. ഇതുപോലുള്ള എടുത്തു വരുമ്പോൾ കോടതി ചോദ്യം ചെയ്യും. കോടതി ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. ഇടപെടൽ എങ്ങനെയാണ് നടത്തുന്നത്? അവിടുത്തെ ഭക്തർക്ക് കൃത്യമായിട്ട് അമ്പലത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ വന്ന് തൊഴുന്നതിനും കാണിക്കയിടുന്നതിനും പ്രദക്ഷിണം വയ്ക്കുന്നതിനും ഒക്കെ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഫോർമുല ഉണ്ടാക്കി വെച്ചാൽ ആ അമ്പലത്തിൽ ആൾ വരാതാവും. ഞങ്ങൾ ഹിന്ദുവിന് സങ്കല്പം അനുസരിച്ച് വീട്ടിലിരുന്ന് മനസ്സിൽ വിചാരിച്ചാലും അപ്പോൾ വരാതാവും. അങ്ങനെ വരാതാകുമ്പോൾ അമ്പലം തകരും. ആ അമ്പലം തകരുന്നതിന് ആരെങ്കിലും അച്ചാരം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു വെള്ളം പോലും കൊടുക്കില്ല. ഈ തിരുപ്പതിയിൽ ഞാൻ തിരുപ്പതിയിൽ പോയിട്ടുള്ള ആളാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രക്കിടെ, അതായത് ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടെ സൗജന്യമായിട്ട് നമുക്ക് ബദാം പാൽ എന്ന് പറയുന്ന സാധനം സൗജന്യമായി തരും. 30-ലധികം ഹാളുകളുണ്ട്. അതിൽ ഒരു ഹാളിൽ എത്രയാണെന്ന് പറയും 300-ലധികം കസേര ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് എടുത്തത്. അതുപോലെ തന്നെ പത്മാവതി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി, 2 യൂണിവേഴ്സിറ്റിയാണ് ഇവരുടെ ഇതിന്റെ കീഴിലുള്ളത്. സൗജന്യ വിദ്യാഭ്യാസം. ഈ പൈസ എവിടെ പോകുന്നു? ശബരിമലയിലെ പൈസ എവിടെ പോകും? ശബരിമല പൈസ എവിടെ പോകുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. ശബരിമല പൈസ എവിടെ പോകുന്നു? നടവരവ് ഗവൺമെന്റ് ഭാഗത്ത് പോകുന്നു. നിങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേക സംവിധാനത്തിലുള്ള ഒരു ദിവസവും അതിന്റെ ഒരു കമ്മിറ്റി ഉണ്ടായതുകൊണ്ടാണല്ലോ അവിടെ വരുന്നവർക്കെല്ലാം സൗജന്യമായിട്ട് കൊടുക്കാൻ. അത് നയിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ല അവിടെ നടത്തുന്നത്. സീനിയർ IAS ഓഫീസറാണ് അതിന്റെ ഹെഡ്. അതിന്റെ കീഴിൽ IAS ഓഫീസേഴ്സിന്റെയും IPS ഓഫീസേഴ്സിന്റെയും ചേർന്നുകൊണ്ടുള്ള ഒരു സമിതിയുണ്ട്, കമ്മിറ്റി. അതാണ് ഈ തിരുപ്പതി ക്ഷേത്രത്തിന്റെ നിയന്ത്രണം. അവരാണ് ഭരണകർത്താക്കൾ. അതായത് ഉള്ളവനാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവനാണ് ആരാ ഇവിടുത്തെ ഭരണകർത്താവ്. അല്ല, അത് ഭരിക്കാൻ, അമ്പലം ഭരിക്കാൻ അറിയുന്നവർ, അതിന് താല്പര്യമുള്ളവർ, ആ ദേവനോട് താല്പര്യമുള്ളവർ, ആ അമ്പലം ഡെവലപ്പ് ആവണമെന്ന് ആഗ്രഹമുള്ളവരെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ മാത്രമേ. നിങ്ങൾക്കറിയോ 210 കൊല്ലം മുമ്പ് ദിവാൻ കേണൽ ജോൺ മൾട്രോ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്ന സംവിധാനം, ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം, മൺട്രോ എന്തിനു കൊണ്ടുവന്നു? അന്ന് അമ്പലങ്ങളുടെ പേരിലായിരുന്നു കേരളത്തിലെ ഭൂമി വത്തു, അല്ലെങ്കിൽ ബ്രഹ്മസ്വം ദേവസ്വം, മനസ്സിലായില്ലേ? ഇവരുടെ പേരിലായിരുന്നു. ഈ ഭൂമി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉടായ്പാണ് ദേവസ്വം ബോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ മതപരിവർത്തനം നടത്തി വന്ന ക്രിസ്ത്യാനിക്കും അല്ലെങ്കിൽ മുസ്ലിമിനും, ഞാൻ അവരുടെ കുറ്റം പറയില്ല, അവർക്കും സൗജന്യമായിട്ട് ഭൂമി കൊടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഭൂമി ഉണ്ടാവണമായിരുന്നു. ആ ഭൂമി ഉണ്ടാവുന്നതിന് വേണ്ടി അന്ന് ദേവസ്വം ബോർഡ് ഉണ്ടാക്കി. ആ ദേവസ്വം ബോർഡ് അന്നുണ്ടാക്കിയ ദേവസ്വം ബോർഡാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും അന്നും ഈ അമ്പലത്തിനെ കറവ പശുവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഗവൺമെൻറ് ഇതിനെ കറവ പശുവായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അറവുമാടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ഇതിനെ ഒക്കുന്നിടത്തോളം അതിൻ്റെ വരുമാനം എടുത്തിട്ട് ഇത് നശിപ്പിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അതായത് ഹിന്ദു ആചാരപ്രകാരം ഉള്ള പ്രശസ്തമായിട്ടുള്ള അമ്പലങ്ങളുടെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് അതൊക്കെ നശിപ്പിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് ഒരു ഗവൺമെൻറ് സംവിധാനവും ഉദ്യോഗസ്ഥ സംവിധാനവും ചില ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സംവിധാനവും ഒക്കെ പോകുന്നുണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശബരിമലയും തൃശ്ശൂർ പൂരവും ഒന്നും ഒരു 10 കൊല്ലം മാക്സിമം പോയാൽ കാണും, അതിനപ്പുറം ഒന്നും കാണത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? സംവിധാനങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ മാറ്റി ഇത് നടത്തേണ്ടത് ഒരു രീതിയിലേക്ക് പോകും. അത് തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളൊക്കെ ഇതിനകത്ത് ഇടപെട്ട് മുന്നോട്ട് പോയാൽ ജാതിമത ഭേദമന്യേ ഉള്ളൊരു സംവിധാനമാണ് ശബരിമല, ജാതിമത ഭേദമന്യേ ഉള്ളൊരു സംവിധാനമാണ് തൃശ്ശൂർ പൂരം. മനസ്സിലാവുന്നത്? എല്ലാ ആൾക്കാരും ഒരുപോലെ സഹകരിച്ച് എല്ലാ ആൾക്കാർക്കും പ്രയോജനമാണ്. ബാബരം പള്ളിയും ഒക്കെ ഉണ്ട്. അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശബരിമല കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾക്കാണ്, അവർക്കാണ് അതിൻ്റെ പ്രയോജനം. പിന്നെ അതിനെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. ഇത് തകർക്കാൻ നിൽക്കുന്നതിനകത്തുള്ളത് വളരെ കുറച്ച് ശതമാനമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെയും ഷാമിനറിയാവില്ല, ജാതിമത ഭേദമന്യേ അവർ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യാനിയില്ല, മുസ്ലിം ഹിന്ദുവില്ല, കുറച്ച് ആൾക്കാർക്ക് ചില താല്പര്യങ്ങളുണ്ട്, അവരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ കൂടെ ഇവിടുത്തെ സംവിധാനങ്ങൾ കൂടി നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത് പച്ചയായിട്ടങ്ങ് പറയാം, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അത് തന്നെ അവസാനമായ ഒരു കാര്യം ഞാൻ പ്രശാന്തേട്ടനോട് അങ്ങോട്ട് പറയണം. അതായത് ശബരിമലയേക്കാൾ വലിയ സമ്പത്ത് വരുന്ന ഒരു കേന്ദ്രമാണ് ഈ തിരുപ്പതിയെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പറ്റും. തിരുപ്പതിയിലെ കഥ എന്താണെന്ന് അറിയുമോ? വെങ്കടാചലപതി ഒരു കുബേരനിൽ നിന്ന് പണം കടം വാങ്ങി.
അപ്പോൾ വെങ്കിടാചലപതിക്ക് എല്ലാ വർഷവും ഓരോ വർഷവും ഇവിടെ വരുന്ന ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് വേണം കുബേരന് ഈ പൈസ തിരിച്ചു കൊടുക്കുക. അങ്ങനെയാണ് വിശ്വാസം. അപ്പോൾ എല്ലാ വർഷവും 31-ാം തീയതി, കർക്കിടക 31-ാം തീയതി ആകുമ്പോഴത്തേക്ക് പിന്നെ കുബേരൻ പറയും ഇതുവരെ പലിശ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മുതൽ കിട്ടിയിട്ടില്ല എന്ന് പറയും. വീണ്ടും അടുത്ത വർഷം എന്ത് ചെയ്യും? വീണ്ടും വെങ്കിടാചലപതി പറയും അടുത്ത വർഷത്തേക്ക് വീണ്ടും കരാറാവും, ഇനി അടുത്ത വരുന്ന പൈസ ഞാൻ താങ്കൾക്ക് തരാമെന്ന്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വെങ്കടാചലപതിയും കുബേരനും തമ്മിലുള്ള കരാറാണ് ഇവിടുത്തെ ശബരിമലയെ നമ്മുടെ ഗവൺമെന്റുമായിട്ട് വെച്ചേക്കുന്നത്. അല്ല, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ആന്ധ്രയിലെ കർഷകരും അതുപോലെ തന്നെ ബിസിനസ്സുകാരും എല്ലാം വെങ്കിടാചലപതിയുടെ കടം വീട്ടുവാൻ വേണ്ടി ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? പണം കൊണ്ടുവന്ന് വാരിക്കൊണ്ടുവന്ന് അവിടെ വിതറിയാണ്. കോടികളാണ് കൊണ്ടുവന്ന് മറിക്കുന്നത്. പക്ഷെ ഒരൊറ്റ നയാ പൈസ അവിടെ നിന്ന് കട്ടതായിട്ട് ഇതുവരെ കേട്ടിട്ടുണ്ടോ? പുറത്തുനിന്ന് അങ്ങനെ ഒരു കഥയില്ല. അങ്ങനെ ഇത്തരത്തിൽ ഇത് കട്ടതായിട്ട് അന്വേഷണമോ അങ്ങനെ ഒരു കഥയില്ല. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് വരുന്ന നടവരും സംബന്ധിച്ച് ഓരോ വർഷവും എന്തുമാത്രം കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു? ഈ ക്ഷേത്രത്തിൽ വരുന്ന കൃത്യമായിട്ടുള്ള പണം അളക്കാൻ പറ്റില്ല. ഞാൻ അവിടുത്തെ ശബരിമല റിപ്പോർട്ടർ ആയതുകൊണ്ട് പറയാണ്, ചാക്കിൽ പണം കൊണ്ടുവരും. ചാക്കിൽ പണം കൊണ്ടുവന്നിട്ട് അതിന്റെ കെട്ടഴിച്ചിട്ട് ഈ പറയുന്ന സന്നിധാനത്തിന് ഫ്രണ്ടിലിരുന്ന വഞ്ചിയിലേക്ക് ഇത് പൊട്ടിച്ച് അങ്ങോട്ടും ഇട്ട് കൊടുക്കുകയാണ്. അത് എത്ര വരുന്നു എത്ര പോകുന്നു എന്ന് പറയാം. പിന്നെ പണം വാരി എറിയുന്നവരുണ്ട്. അതായത് ക്യൂവിൽ നിന്നിട്ട് ഇവർക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ഈ പണം വാരി എറിയും. അവിടെ നിൽക്കുന്ന പലർക്കും എറി കിട്ടും. ഏതാ ഈ തുക വാരി ഇങ്ങനെ എറിയും. നോട്ട് കെട്ടുകൊണ്ടുള്ളൊക്കെ എറി കിട്ടും. നോട്ട് വെച്ച് ചുരുട്ടിക്കെട്ടി എറിയുന്നത്. ഇതിൽ എത്ര എണ്ണം ഈ പറയുന്ന വഞ്ചിയിലേക്ക് വരുന്നു, എത്ര എണ്ണം പുറത്തേക്ക് പോകുന്നു, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊട്ടും എന്താ പറയുക ഒരു സുതാര്യത ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ പൈസയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതെ.